ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ഹിന്ദി ചാപ്റ്റർ 7 ക്യാ നിരാശ് ഹുവാ ജായേ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ചാപ്റ്റർ 7 ക്യാ നിരാശ് ഹുവാ ജായേ. मेरा मन कभी कभी बैठ जाता है. समाचार पत्रों में ठगी, डकैती, चोरी, तस्करी और भ्रष्टाचार के समाज भरे रहते हैं. അതായത് ലേഖകൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സ് ചിലപ്പോഴേക്ക് അങ്ങ് ബൈറ്റ് ജാന എന്ന് വെച്ചാൽ അങ്ങ് ഡൗൺ ആയി പോകും. കാര്യം എന്താണ്? സമാചാർ പത്രം എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ. അപ്പം ന്യൂസ് പേപ്പറിൽ വരുന്ന ചില വാർത്തകളാണ് അദ്ദേഹത്തെ ഡൗൺ ആക്കുന്നത്. എന്തൊക്കെയാണ്? ടഗി എന്ന് വെച്ചാൽ ചീറ്റിംഗ്, ടകൈത്തി എന്ന് വെച്ചാൽ റോബറി, ചോരി എന്ന് പറഞ്ഞാൽ കള്ളം, തസ്കരി എന്ന് പറഞ്ഞാലും മോഷണം, ഭ്രഷ്ടാചാർ, കറപ്ഷൻ. അപ്പം ഇങ്ങനെയുള്ള വാർത്തകളാണ് കൂടുതലായിട്ടും ഈയിടെയായിട്ട് നമുക്ക് ന്യൂസ് പേപ്പറിൽ കാണാൻ കഴിയുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പം ലേഖകൻ്റെ മാത്രമല്ല, നമ്മുടെ ആരുടെയായാലും നമുക്കൊരു ചില ദിവസത്തെ ന്യൂസ് പേപ്പർ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ഡൗൺ ആയിപ്പോവും. आरोप प्रत्यारोप का कुछ ऐसा वातावरण बन गया है कि लगता है देश में कोई ईमानदार आदमी ही नहीं रह गया. ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കുമ്പം നമുക്ക് തോന്നും ഈ ലോകത്ത് ഹോണസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആരും തന്നെ ഇല്ലാന്ന്. ഈമാൻദാർ ആത്മി എന്ന് വെച്ചാൽ ഹോണസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ്. കാര്യം എന്താ? എന്നും ഓരോരുത്തരെ കുറിച്ച് കുറ്റവും അതിനുള്ള കൗണ്ടർ റിപ്ലൈയും ഇതൊക്കെയാണ് നമ്മൾ പത്രത്തിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർ വ്യക്തി സന്ദേഹ് കി ദൃഷ്ടി സേ ദേഖാ ജാ രഹാ ഹെ. സന്ദേശ് കി ദൃഷ്ടി എന്ന് വെച്ചാൽ സംശയദൃഷ്ടി. ഓരോ വ്യക്തികളെയും സംശയദൃഷ്ടിയോടെയാണ് സമൂഹം നോക്കിക്കാണുന്നത്. जो जितने ही ऊंचे पद पर है उनमें उतने ही अधिक दोष दिखाई जाते हैं. ഇനി ഏത് വ്യക്തികളെ എത്ര ഉയർന്ന പദവിയിൽ അവർ പോകുന്നോ അത്രയും അവരിൽ ദോഷം കണ്ടെത്താനാണ് ഇപ്പോഴത്തെ ഒരു സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് एक बहुत बड़े आदमी ने मुझे एक बार कहा था कि इस समय सुखी वही है जो कुछ नहीं करता. ഒരു മനുഷ്യൻ ഒരു വട്ടം ലേഖകനോട് പറഞ്ഞു, എന്താണ്? സുഖമായിട്ടിരിക്കുന്നത് ആരാണ്? ഒന്നും ചെയ്യാത്തവർ. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വിരോധാഭാസം തോന്നുമെങ്കിലും അദ്ദേഹം അത് പറയുന്നതിനൊരു കാരണമുണ്ട്. അത് നമുക്ക് അടുത്ത വരികളിൽ മനസ്സിലാവും. എന്താണ്? ജോ കുച്ച് ഭി കരേഗാ ഉസ്മേ ലോഗ് ദോഷ് കോച്ച്നെ ലഗേംഗെ. അപ്പം അദ്ദേഹം അങ്ങനെ പറയാൻ കാര്യം എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ അതിൽ ദോഷം കണ്ടെത്താനേ ശ്രമിക്കത്തുള്ളൂ, അതിൽ നന്മ ആരും തിരിച്ചറിയാൻ ശ്രമിക്കാറില്ല. उसके सारे गुण भुला दिए जाएंगे और दोषों को बड़ा चढ़ाकर दिखाया जाने लगेगा. ഗുൺ അതായത് ഗുണങ്ങൾ. അപ്പോൾ ആ വ്യക്തിയുടെ ഗുണങ്ങൾ എല്ലാവരും അങ്ങ് മറക്കും. പക്ഷെ അയാളുടെ ദോഷങ്ങളോ ബടാ ചടാക്കർ ദിഖായ ജായേക എന്ന് വെച്ചാൽ വലുതാക്കി കാണിക്കും. അയാൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് ആളുകൾ ശ്രമിക്കുന്നത്. യഹി കാരൺ ഹെ കി ഹർ ആദ്മി ദോഷി അധിക് ദിഖ് രഹാ ഹെ, ഗുൺ കം യാ ബിൽക്കുൽ ഹി നഹി. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഏത് ഒരു വ്യക്തിയെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ കൂടുതൽ ദോഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ അധികം അറിയാറില്ല. അത് പൊതുവേ നമ്മളിപ്പോൾ ഒരു പത്രം എടുത്താലും നമ്മൾ കൂടുതലും ദോഷങ്ങളായിട്ടുള്ള വാർത്തകളാണ് കൂടുതൽ വരാറ്. സ്ഥിതി അഗർ ഐസി ഹേ തോ നിശ്ചയ ഹി ചിന്താക്കാ വിഷയ ഹേ. ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ ഇതൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് നമ്മൾ പോയിന്റ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. അപ്പം ഈ ഒരു അവസ്ഥ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുമാണ്. കാര്യം ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യം നമ്മുടെ വീടിൻ്റെ നാശം, പിന്നെ സമൂഹത്തിൻ്റെ നാശം, അത് പതുക്കെ രാജ്യത്തിൻ്റെ നാശമായി മാറും. കാര്യം നെഗറ്റീവ്സ് എപ്പോഴും നാശത്തിലേക്ക് മാത്രമേ നയിക്കത്തുള്ളൂ. ക്യാ യഹി ഭാരത് വർഷ ഹെ ജിസ്കാ സപ്ന തിലക് ഔർ ഗാന്ധി നെ ദേഖാ താ. അപ്പം ശ്രീ ബാലഗംഗാധര തിലക്കും ഗാന്ധിജിയും ഒക്കെ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ആ സ്വപ്നങ്ങളിലൊന്നുമല്ല ഇപ്പോൾ ഇന്ത്യ ജീവിക്കുന്നത്. ആ സ്വപ്നങ്ങളിലെ ഇന്ത്യയെ അല്ല ഇപ്പോൾ. രവീന്ദ്രനാഥ് ടാഗോർ और मदन मोहन मालवीय का महान संस्कृति सभ्य भारतवर्ष किस अतीत के गहर में डूब गया. അപ്പം മദൻ മോഹൻ മാളവീയുടെയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും ഒക്കെ നമ്മുടെ സംസ്കൃതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും പ്രതീക്ഷകളും എല്ലാം ഏതോ ഒരു ആഴത്തിലങ്ങ് ആണ്ടുപോയിരിക്കുകയാണ്. आर्य और द्राविड, हिंदू और मुसलमान, यूरोपीय और भारतीय आदर्शों की मिलन भूमि, मानव महासमुद्र
ക്യാ സൂഖ് ഹി ഗയ. അപ്പം നമ്മുടെ ഇന്ത്യ ഒരു മാനവ മഹാസമുദ്രം എന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ആര്യന്മാരും ദ്രാവിഡരും ഒരുമിക്കുന്നു, ഹിന്ദു മുസൽമാൻ ഒരുമിക്കുന്നു, യൂറോപ്യരും ഭാരതീയരുടെ ആദർശങ്ങൾ ഒരുമിക്കുന്നു. അപ്പം നമ്മുടെ ഭാരതഭൂമി എന്ന് പറഞ്ഞാൽ ആര്യന്മാരുടെയും ദ്രാവിഡന്മാരുടെയും ഹിന്ദു മുസൽമാൻ യൂറോപ്യ ഭാരതി ഇവരുടെ എല്ലാ ആദർശങ്ങളുടെ ഒരു മിക്സ്ഡ് സ്റ്റേറ്റാണ്. അപ്പം അതിനെ നമ്മളൊരു മഹാസമുദ്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മഹാസമുദ്രം സൂഖികയ വരണ്ടു പോയോ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. ഇത്രയും ആദർശങ്ങളുള്ള ഒരു മഹാസമുദ്രം വറ്റി വരണ്ടു പോയോ എന്നുള്ളൊരു സന്ദേഹത്തിലാണ് ലേഖകൻ. മേരാ മൻ കഹത്താ ഹേ കി ഐസാ ഹോ നഹി സക്ത. പക്ഷെ അങ്ങനെ വരത്തില്ല, അങ്ങനെ വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്നിട്ടും ലേഖകനുള്ളത്. ഹമാരെ മഹാൻ മനീഷിയോ കെ സപ്നോ കാ ഭാരത് ഹേ ഔർ രഹേഗ. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പഴയ സ്കോളേഴ്സിൻ്റെയും മിസ്റ്റിക്സിൻ്റെയൊക്കെ സ്വപ്നങ്ങളിലുള്ള ഭാരതം അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് മാറ്റം വരാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് ആണ് ലേഖകൻ്റെ ഒരു പ്രതീക്ഷ. ലേഖകൻ ഈ വരികളിലൂടെ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. യഹി സഹി ഹേ കി ഇൻ ദിനോ കുച്ച് ഐസാ മാഹോൽ ബനാ ഹേ കി ईमानदारी से मेहनत करके जीविका चलाने वाले निरीह और भोले भाले श्रमजीवी रहे हैं और झूठ तथा फरेब का रोजगार करने वाला फल फूल रहे हैं. മാഹോൾ എന്ന് വെച്ചാൽ ആംബിയൻസ്, നിരീഹ എന്ന് വെച്ചാൽ ഇന്നസെൻറ്റ്, ഫറേബ് എന്ന് വെച്ചാൽ ദോഖാദേന പറ്റിക്കുന്ന ആളുകൾ, പറ്റിക്കുക, ബേബസ് എന്ന് വെച്ചാൽ ഹെൽപ്ലെസ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ എന്താണ് പറയുന്നത്? ഇപ്പം ഈ കാലത്ത് ഒരു ആംബിയൻസ് എന്താണെന്ന് വെച്ചാൽ ईमानदारी से मेहनत करके जीविका चलाने वाले निरीह और भोले भाले ശ്രമജീവി പിസ് രഹേ ഹേ. അതായത് ഹോണസ്റ്റിയോടുകൂടി ജീവിക്കുന്ന ആളുകൾ, അവർ വളരെ ഇന്നസെൻ്റായിട്ടും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡുമായിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. और झूठ तथा फरेब का रोजगार करने वाला फल फूल रहे हैं. പക്ഷേ കള്ളത്തരം കാണിക്കുന്നവരും ഫരേബ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ പറ്റിക്കുകയും ചെയ്യുന്ന ആളുകൾ, ദിവസവും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു കുഴപ്പമില്ല, അവരുടെ ജീവിതം വളരെ സമൃദ്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഫൽ ഫൂൽ എന്ന് വെച്ചാൽ നല്ല സമൃദ്ധി. ഈമാൻദാരി കോ മൂർഖത കാ പര്യായ് സമജ ജാനേ ലഗാ ഹെ. ഇപ്പോൾ ഓണസ്റ്റ് കാണിക്കുന്നത് ഒരു വിഡ്ഢിത്തം, മൂർഖത എന്ന് വെച്ചാൽ വിഡ്ഢിത്തത്തിൻ്റെ ഒരു പര്യായമായിട്ടാണ് ഇപ്പോൾ പൊതുവെ കാണപ്പെടുന്നത്. സച്ചായി കേവൽ ഭീരു ഔർ ബേബസ് ലോഗോ കെ ഹിസ്സേ പടി ഹെ. ഈ കാലത്ത് സത്യം എന്നുള്ളത് ഭീരുക്കളായിട്ടുള്ളതും ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ബേബസ് എന്ന് വെച്ചാൽ ഹെൽപ്ലെസ്. ऐसी स्थिति में जीवन के महान मूल्यों के बारे में लोगों की आस्था ही हिलने लगी है. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിലെ മഹത്തായ മൂല്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു വിശ്വാസം ആളുകളുടെ ഇടയിൽ ഒലയാൻ തുടങ്ങി. കാര്യം മഹത്തായ രീതിയിലും വളരെ ഹോണസ്റ്റായിട്ടും ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ദുരിതപൂർണമാകുന്നതാണ് ആളുകൾ കാണുന്നത്. ഭാരത് വർഷ് ने कभी भी भौतिक वस्तुओं के संग्रह को बहुत अधिक महत्व नहीं दिया है. उसकी दृष्टि में से मनुष्य के भीतर जो महान आंतरिक गुण स्थिर भाव से बैठा हुआ है वही चरम और परम है. അപ്പോൾ ഈ സെൻറ്റൻസ് കുറച്ച് ആത്മീയമായിട്ട് ബന്ധപ്പെട്ട സെൻറ്റൻസ് ആണ്. അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കൃതി പ്രകാരം നമ്മൾ ഭൗതികമായ വസ്തുക്കളിൽ അധികം മഹത്വം കൊടുക്കാറില്ല. പുറത്തേക്കുള്ള ആ ഒരു ലോകത്തിൽ നമ്മുടെ മഹാമുനിമാരും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഗുണങ്ങളെക്കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. മനുഷ്യ के भीतर जो महान आंतरिक गुण स्थिर भाव से बैठा हुआ है वही चरम और परम है. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യത്തിലേക്കും ആ ഗുണങ്ങളിലേക്കുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ഋഷിമുനിമാർ വേദങ്ങളിലൂടെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ആ ആത്മാവ് തന്നെ ചരം ഔർ പരം ഹേ, അത് എക്സ്ട്രീം ആൻഡ് അൾട്ടിമേറ്റ് ആണ്. അതായത് നമ്മുടെ ഉള്ളിലാണ് ഈ ലോകം ഉള്ളത്. നമ്മുടെ യഥാർത്ഥ ലോകം നമ്മുടെ ഉള്ളിലാണ്. പുറമേ ഉള്ള ഭൗതിക വസ്തുക്കളൊന്നും സ്ഥിരമല്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ എന്നും സ്ഥിരമായി മരണമില്ലാതെ നിലനിൽക്കുന്നതാണ്. ലോഭ മോഹ്
काम क्रोध आदि विचार मनुष्य में स्वाभाविक रूप से विद्यमान रहते हैं. ലോഭമോഹങ്ങളും കാമക്രോധങ്ങളും അങ്ങനെയുള്ള ഈ വേൾഡ്ലി ആയിട്ടുള്ള വിചാരങ്ങളും എല്ലാം സ്വാഭാവികമായിട്ട് മനുഷ്യരിലുണ്ട്, എക്സിസ്റ്റിംഗ് ആണല്ലേ, നമ്മളെല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ എന്ന് അങ്ങനെയുള്ള പുറത്തുള്ള മോഹങ്ങളെ കുറിച്ച് കുറച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്നു, അന്ന് തൊട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് തുടങ്ങും. पर उन्हें प्रधान शक्ति मान लेना और अपने मन तथा बुद्धि को उन्हीं के इशारे पर छोड़ देना बहुत बुरा आचरण है. അതായത് ഈ ലോഭമോഹങ്ങളെയും കാമക്രോധങ്ങളെയും അങ്ങനെയുള്ള വിചാരങ്ങളെയും നമ്മുടെ ഒരു പ്രധാന ചിന്തയായിട്ടോ പ്രധാന ശക്തിയായിട്ടോ എന്ന് മുതൽ ചിന്തിച്ചു തുടങ്ങുന്നു, അന്ന് മുതൽ നമ്മുടെ ബുദ്ധിയെ അവർ നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ബുദ്ധിക്കോ ഉനിക്കെ ഇഷാരേപ്പർ ചോടുതേന, അതായത് അവരുടെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതി വരും. അത് വളരെ മോശമായ ഒരു രീതിയാണ്. भारतवर्ष ने कभी भी उन्हें उचित नहीं माना. उन्हें सदा संयम के बंधन से बांधकर रखने का प्रयत्न किया है. അതായത് നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഒരിക്കലും നമ്മളെ ഭൗതിക വസ്തുക്കളോടുള്ള നമ്മുടെ അമിതമായ ആകർഷണത്തെ ഒരിക്കലും ഉചിതമായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ ആത്മസംയമനം എന്നുള്ള ആ ഒരു ബന്ധനത്തോടു കൂടി അതിനെ എപ്പോഴും ബന്ധിച്ച് നിർത്താനുള്ള ശ്രമങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പരന്തു ഭൂഖ് കി ഉപേക്ഷ നഹി കി ജാ സക്തി. വിശപ്പിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, അതൊക്കെ ഭൗതിക വസ്തുവാണ്. പക്ഷെ അങ്ങനെയുള്ള ഭൗതിക വസ്തുവിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ബീമാർ കെ ലിയെ ദവാ കി ഉപേക്ഷ നഹി കി ജാ സക്തി. അസുഖം വന്നാൽ മരുന്നെടുക്കാതിരിക്കാൻ പറ്റില്ല. ഗുമരാഹ് കോ ठीक रास्ते पर ले जाने के उपायों की उपेक्षा नहीं की जा सकती. അതേപോലെ ഗുമര എന്ന് വെച്ചാൽ ചീത്ത വഴിയിലൂടെ പോകുന്ന ആള്, ബുരേ മാർഗമേം ചലനെ വാല. ചീത്ത വഴിയിലൂടെ നടക്കുന്ന ആളിനെ അതേപോലെ പറഞ്ഞ് അങ്ങ് വിടാൻ പറ്റത്തില്ല, അയാളെ നേർവഴിക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഭൗതികതയെ പൂർണ്ണമായിട്ടും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ. കാര്യം വിശപ്പോ അസുഖങ്ങൾ വന്നാലോ ഒന്നും നമ്മൾ ആത്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല, നമ്മൾ അതിനുള്ള പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. हुआ यह है कि इस देश में कोटि दरिद्रजनों की हीन अवस्था को दूर करने के लिए ऐसे अनेक कायदे कानून बनाए गए हैं जो कृषि, उद्योग, वाणिज्य, शिक्षा और स्वास्थ्य की स्थिति को अधिक उन्नत और सुचारू बनाने के लक्ष्य से प्रेरित है. परंतु जिन लोगों को इन कार्यों में लगाना है उनका मन सब समय पवित्र नहीं होता. നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന ദരിദ്ര ജനങ്ങളുടെ വളരെ മോശമായ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഗവൺമെൻറ് കുറേ ലോ ആൻഡ് ഓർഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡേഴ്സ് എല്ലാം കൃഷിയും ഉദ്യോഗവും വാണിജ്യവും എഡ്യൂക്കേഷനും ഹെൽത്തും ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടതാണ്. കാര്യം ഈ മേഖലകളുടെ ഡെവലപ്മെൻറ്റ് ദരിദ്ര ജനങ്ങളുടെ ക്ഷേമത്തിന് വളരെ നല്ലൊരു പങ്ക് വഹിക്കും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കുറേ ഉദ്യോഗസ്ഥരെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. ഉൻകാ മൻ സബ് സമയ പവിത്ര നഹി ഹോത്ത. അവരുടെ മനസ്സ് എപ്പോഴും പവിത്രമാകണമെന്നില്ല. പ്രായഃ വേ ഹി ലക്ഷ്യ കോ ഭൂൽ ജാത്തെ ഹൈ और अपनी ही सुख सुविधा की और ज़्यादा ध्यान देने लगते हैं. അവർ ചിലപ്പോഴൊക്കെ അവരുടെ ലക്ഷ്യം മറന്നിട്ട് അവരുടെ സ്വന്തം സുഖങ്ങളുടെ പുറകെ പോയി അവരുടെ കർത്തവ്യ നിർവഹണം നല്ല രീതിയിൽ അവർ ചെയ്യില്ല. അപ്പോൾ അതും ദരിദ്ര ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ലോ ആൻഡ് ഓർഡേഴ്സ് ഇൻഎഫക്റ്റീവായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. ഭാരത്വർഷ് സദാ കാനൂൻ കോ ധർമ്മ കെ രൂപേ ദേഖ്താ ആ രഹാ ഹൈ. ഭാരതത്തിൽ എല്ലായ്പ്പോഴും ലോയിനെ ധർമ്മത്തിൻ്റെ ഒരു രൂപമായിട്ടാണ് നമ്മൾ കണ്ടുപോയിരുന്നത്. ആജ് ഏകായേക് കാനൂൻ ഔർ ധർമ്മമേ അന്തർ കർ ദിയാ ഗയാ ഹൈ. പക്ഷേ ഇന്ന് ലോയും ധർമ്മവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കാലക്രമേണ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ധർമ്മക്കോ ധോഖ നഹി ദിയാ ജാ സക്ത. ധർമ്മം നമ്മളെ ഒരിക്കലും പറ്റിക്കത്തില്ല, ധർമ്മം കൊണ്ട് നമ്മൾ ഒരിക്കലും പറ്റിക്കപ്പെടത്തില്ല. കാനൂൻ കോ ദിയാ ജാ സക്ത ഹെ. പക്ഷെ നിയമത്തിനകത്ത് ഒരു പറ്റിക്കപ്പെടലും വഞ്ചനയൊക്കെ വരുന്നുണ്ട്, ഒരു ലൂപ്പ് ഹോൾസ് വരുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള വാക്ക് പറയുകയാണെങ്കിൽ ധർമ്മത്തിനകത്ത് ലൂപ്പ് ഹോൾസ് ഇല്ല, നിയമത്തിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ട്.
ലൂപ്പ് ഹോൾസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു തെറ്റ് ചെയ്തുകൊണ്ടും രക്ഷപ്പെടാനുള്ള ഒരു വഴി നിയമത്തിനകത്ത് ഉണ്ട്, പക്ഷെ അത് ധർമ്മത്തിനകത്ത് ഇല്ല. തെറ്റ് ചെയ്താൽ നമുക്ക് ധർമ്മത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. यही कारण है कि जो लोग धर्मभीरू है वे कानून की त्रुटियों से लाभ उठाने में संकोच नहीं करते. അതായത് ധർമ്മത്തെ ഭയക്കുന്നവൻ സാധാരണഗതിയിൽ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസിൻ്റെ ലാഭം എടുക്കാൻ മടി കാണിക്കാറില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ധർമ്മവും നിയമവും രണ്ട് വ്യത്യസ്ത തലങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ധർമ്മത്തെ ഭയക്കുന്ന ആളുകളും ഈ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസിൻ്റെ സഹായം തേടാറുണ്ട്. इस बात के पर्याप्त प्रमाण खोजे जा सकते हैं कि समाज के ऊपरी वर्ग में जो भी होता रहा हो, भीतर भारतवर्ष अब भी यह अनुभव कर रहा है कि धर्म कानून से बड़ी चीज है. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന വർഗത്തിൻ്റെ പ്രത്യേക ജീവിത രീതിയും ഇതെല്ലാം ഉണ്ടായാൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും ധർമ്മത്തിനടിസ്ഥിതമായ ലോയിലാണ് വിശ്വസിക്കുന്നത്. अब भी सेवा, ईमानदारी, सच्चाई और आध्यात्मिकता के मूल्य बने हुए हैं. ഇപ്പോഴും നമ്മൾ സേവ ചെയ്യുന്നതിൻ്റെയും ഹോണസ്റ്റിയുടെയും സത്യത്തിൻ്റെയും ആധ്യാത്മികതയുടെയും മൂല്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്നത്. വേ ദബ് അവശ്യ ഗയേ ഹേ ലേക്കിൻ നഷ്ട നഹി ഹുവേ ഹേ. നമ്മളുടെ ഇപ്പം ഹോണസ്റ്റിയും സേവനവും സച്ചായിയൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നില്ല എങ്കിലും നമ്മളിൽ നിന്നത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമുക്കത് പലപ്പോഴും അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിൽ അത് ഇപ്പോഴും ഉണ്ട്. ആജ് ഭി വഹ് മനുഷ്യസെ പ്രേം കർത്താ ഹെ. ഇപ്പോഴും ആ പോസിറ്റീവ് ബിഹേവിയർ നമ്മളോട് സ്നേഹത്തോടും അനുഭാവത്തോടും കൂടിയാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? മഹിളാവോക സമ്മാൻ കർത്താഹും. നമ്മളിപ്പോഴും സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട്. ജൂട്ട് ഔർ ചോരി കോ ഗലത് സമജ്താഹും. കള്ളം പറയുന്നതും മോഷ്ടിക്കുന്നതും തെറ്റായി തന്നെ നമ്മൾ കരുതുന്നുണ്ട്. ദൂസരെ കോ പീഡോ പहुंचाने को पाप समझता है. दूसरे को പീഡ പहुंचाने को पाप समझता है. അതായത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾക്ക് ഒന്നുമില്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? നമ്മളിൽ നിന്ന് നന്മയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അതിന്നും അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. हर आदमी अपने व्यक्तिगत जीवन में इस बात का अनुभव करता है. അപ്പോൾ ഈ ഒരു അനുഭവം ഓരോരുത്തരും അവനവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട് അല്ലേ? ഇത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. समाचार पत्रों में जो भ्रष्टाचार के प्रति इतना आक्रोश है वह यही साबित करता है कि हम ऐसी चीजों को गलत समझते हैं और समाज में उन तत्वों की प्रतिष्ठा कम करना चाहते हैं जो गलत तरीके से धन या मान संग्रह करते हैं. ഇപ്പോൾ ഭ്രഷ്ടാചാരം എന്ന് വെച്ചാൽ കറപ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം സമാചാർ പത്രം ന്യൂസ് പേപ്പറിൽ വരുന്ന ഈ കറപ്ഷനെ കുറിച്ചുള്ള ഈ വാർത്തകൾ, അതായത് വളരെ സെൻസിറ്റീവായിട്ടാണ് ആ ന്യൂസുകളെല്ലാം വരുന്നത്. വഹ് യഹി സാബിത് കർത്താ ഹെ. ഇത് പ്രൂവ് ചെയ്യുന്നു. എന്താണ്? ഹം ഐസി ചീസോം കോ ഗലത് സമജ്തേ ഹെ. നമ്മളത് തെറ്റായിട്ട് കാണുന്നത് കൊണ്ടാണല്ലോ നമ്മളതൊരു വലിയ സെൻസിറ്റീവ് ന്യൂസായിട്ടൊക്കെ പത്രത്തിൽ കൊടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. और समाज में उन तत्वों की प्रतिष्ठा कम करना चाहते हैं. അപ്പം ഈ പത്രം എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത് ഗലത്താണെന്നും ഇത് തെറ്റായ ഒരു കാര്യമാണെന്നും സമൂഹത്തിൽ ഇങ്ങനെയുള്ള തത്വങ്ങളുടെ പ്രതിഷ്ഠ ഒരുപാട് ഉണ്ടാകാൻ പാടില്ല എന്നും और जो गलत तरीके से धन या मान संग्रह करते हैं. അതായത് ഇങ്ങനെ തെറ്റായ വഴികളിലൂടെ പൈസ സമ്പാദിക്കുന്നത് ശരിയല്ലാത്തൊരു കാര്യമാണെന്നും എല്ലാമാണ് നമ്മുടെ ഈ പത്രത്തിലെ കറപ്ഷനെ കുറിച്ചുള്ള സെൻസിറ്റീവ് ന്യൂസുകൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ദോഷം കാ പർദാകാശ് കർണ ബുരി ബാത് നഹി ഹെ. പർദാകാശ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തകർത്ത് കളയുക. അപ്പോൾ ഈ ദോഷങ്ങളെ നമ്മൾ തകർക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളത് ഒരു ചീത്ത കാര്യമല്ല. നമ്മൾ നശിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ദോഷങ്ങൾ. ബുരായി യഹ് മാലൂം ഹോത്തി ഹെ കി किसी के आचरण के गलत पक्ष को उत्काडित करके उसमें रस लिया जाता है और दोषोत्काडन को एकमात्र कर्तव्य मान लिया जाता है. ബുരായി എന്ന് പറയുന്നത് ഇതാണ്. എന്ത്?
किसी के आचरण से के गलत पक्ष को उत्काडित करके उसमें रस लिया जाता है. ആരെങ്കിലും ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ഉത്കാടിത് കർണ എന്ന് വെച്ചാൽ ഓപ്പൺ ആക്കുക, എല്ലാവരും മുമ്പിൽ പബ്ലിഷ് ആക്കുക. അത് പബ്ലിഷ് ആക്കിക്കൊണ്ട് അതിലൊരു രസം കണ്ടെത്തുക, അതായത് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിൽ ഒരു രസം കണ്ടെത്തുക. और दोषोत्काडन को एकमात्र कर्तव्य मान लिया जाता है. दोषोत्काडन എന്ന് വെച്ചാൽ പബ്ലിഷിംഗ് ഓർ എക്സ്പോസിംഗ് ഫോൾട്സ്, അതായത് ഒരാളുടെ ഫോൾട്ടിനെ പബ്ലിഷ് ചെയ്യുക, എക്സ്പോസ് ചെയ്യുന്നത് ആ ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും ഒരു ചീത്ത കാര്യമാണ്. അപ്പം ഇതാണ് പറയുന്നത്, ബുരായി യഹ് മാലൂം ഹോത്തി ഹൈ കി കിസി കെ ആചരൺ കെ ഗലത് പക്ഷ കോ, ആരുടെയെങ്കിലും തെറ്റായ ഒരു നടപടിയെ ഉത്കാടിത് കർക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഉസ്മേ രസ് ലിയാ ജാത്താ ഹെ, അതിൽ രസിക്കുക. ഔർ ദോഷാത്കാടൻ കോ, അതല്ല എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പബ്ലിഷിംഗ് ഓർ എക്സ്പോസിംഗ് ഫോൾട്സ്, മറ്റുള്ളവരുടെ ഫോൾട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് അത് ഒരേ ഒരു കർത്തവ്യമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ഒരു ചീത്ത സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമ്മളും പല അവസരങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകും. ബുരായി മേ രസ് ലേന ബുരി ബാത് ഹെ. അപ്പോൾ ഇപ്പം മനസ്സിലായി, നമ്മൾ ചീത്ത കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ട് രസിക്കുന്നതും ഒരു ചീത്ത കാര്യമാണ്. അച്ചായി മേ ഉത്നാ ഹി രസ് ലേക്കർ ഉജാഗർ ന കർണ ഔർ ഭി ബുരി ബാത് ഹെ. ഇനിയിപ്പം ബുരായി പോയിട്ട് നല്ല കാര്യം എന്നല്ല, നല്ല കാര്യത്തിലും നമ്മൾ രസമെടുക്കാം. നല്ല കാര്യം പറഞ്ഞ് നമുക്ക് രസിക്കാം. പക്ഷേ രസ് ലേക്കർ ഉജാഗർ ന കർണ, ഉജാഗർ എന്ന് വെച്ചാൽ എക്സ്പോസ് ചെയ്യുക. അപ്പം നല്ല ഒരു കാര്യത്തിൽ നമുക്ക് രസം കണ്ടെത്താം, പക്ഷെ അത് എക്സ്പോസ് ചെയ്യാതിരിക്കുന്നതും ഒരു ചീത്ത കാര്യമാണ്. കാര്യം ഒരാൾ നല്ല കാര്യം ചെയ്തിട്ട് നമ്മളത് മറ്റൊരാളുടെ മുമ്പിൽ അത് എക്സ്പോസ് ചെയ്യാതിരിക്കുന്നതും ഇതിനേക്കാൾ ചീത്തയൊരു കാര്യമാണ്. ഔർ ഭി ബുരി ബാത് ഹെ. सैकड़ों घटनाएं ऐसी घटती हैं जिन्हें उजागर करने से लोग चित्त में अच्छाई के प्रति अच्छी भावना जगती. സൈക്കഡോ ഘട്ടനായെ ഐസി ഘട്ടി ഹെ. സൈക്കഡോ എന്ന് വെച്ചാൽ ഹൺഡ്രഡ്സ്. അപ്പം 100 കണക്കിന് നല്ല സംഭവങ്ങൾ ഇതുപോലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ആളുകളുടെ മനസ്സിൽ നന്മയെക്കുറിച്ചൊരു നല്ല ഭാവം വരും. അപ്പം നമ്മൾ ഒരാൾ നന്മ ചെയ്താൽ അത് എക്സ്പോസ് ചെയ്യാതിരിക്കുന്നതും വലിയൊരു തെറ്റാണ്. കാര്യം ഈ നന്മ ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് അവരുടെ ആത്മവിശ്വാസം കൂട്ടാനും അവരുടെ മനസ്സിൽ നന്മ വളർത്താനും സഹായിക്കും. एक बार रेलवे स्टेशन पर टिकट लेते हुए गलती से मैंने 10 के बजाय 100 रुपये का नोट दिया और मैं जल्दी जल्दी गाड़ी में आकर बैठ गया. ഒരു വട്ടം ലേഖകൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 10 രൂപയ്ക്ക് പകരം അബദ്ധത്തിൽ 100 രൂപ നോട്ട് കൊടുത്ത് ടിക്കറ്റ് എടുത്ത്, എന്നിട്ട് പെട്ടെന്ന് തന്നെ വന്ന്, അതായത് പുള്ളി ധൃതിയിലായിരുന്നു, പുള്ളി പെട്ടെന്ന് വന്ന് ഗാഡിമേ ആക്കർ, ഗാഡി എന്ന് വെച്ചാൽ തീവണ്ടി, വണ്ടി, അതായത് ഇവിടെ റെയിൽവേ ട്രെയിനിൽ വന്ന് ഇരുന്നു. थोड़ी देर में टिकट बाबू उन दोनों के सेकंड क्लास के डिब्बे में हर आदमी का चेहरा पहचानता हुआ उपस्थित हुआ. थोड़ी देर में, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ടിക്കറ്റ് ബാബു, ടിക്കറ്റ് കളക്ടർ വന്ന് ആ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ, സെക്കൻഡ് ക്ലാസ് കെ ഡിബ്ബെ, ആ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ വന്ന് ഓരോരുത്തരുടെയും മുഖം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. उसने मुझे पहचान लिया और बड़ी विनम्रता के साथ मेरे हाथ में 90 रुपये रख दिए और बोला, यह बहुत गलती हो गई थी. आपने भी नहीं देखा, मैंने भी नहीं देखा. उसके चेहरे पर विचित्र संतोष की गरिमा थी. मैं चकित रह गया. അപ്പോൾ ആ ടിക്കറ്റ് കളക്ടർ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ വന്നിരുന്ന് എന്തിനായിരുന്നു? അദ്ദേഹം അബദ്ധവശാത്ത് 100 രൂപ മേടിച്ചത് ആരുടെ കയ്യിൽ നിന്നാണെന്നുള്ളത് അദ്ദേഹം നോക്കുമായിരുന്നു. അപ്പം അദ്ദേഹം വന്ന് ലേഖനെ കണ്ടപ്പോൾ ലേഖനെ തിരിച്ചറിഞ്ഞു, ലേഖനായിരുന്നു ആ 100 രൂപ കൊടുത്തതെന്ന് ടിക്കറ്റ് കളക്ടർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ വിനയത്തോടു കൂടി 90 രൂപ, 90 റുപ്പീസ് തിരിച്ച് ലേഖൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യഹ് ബഹുത് ഗലത്തി ഹോ ഗയി. ഗലത്തി എന്ന് വെച്ചാൽ ഇതൊരു തെറ്റ് പറ്റിപ്പോയി. ആപ്നെ ബി നഹി ദേക്ക, മൈനെ ബി നഹി ദേക്ക. നിങ്ങളും കണ്ടില്ല, നിങ്ങളും ശ്രദ്ധിച്ചില്ല, ഞാനും ശ്രദ്ധിച്ചില്ല. അപ്പം ഉസ്കെ ചെഹരെ പർ വിചിത്ര സന്തോഷ് കി ഗരിമാതി. അപ്പം ഈ ഒരു 90 റുപ്പീസ്, 90 റുപ്യ എന്ന് വെച്ചാൽ 90 റുപ്പീസ്, ഈ 90 റുപ്പീസ് ലേഖന് തിരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിചിത്രമായൊരു പ്രത്യേക തരത്തിലുള്ളൊരു സന്തോഷമായിരുന്നു. അപ്പം ഇത് കണ്ട് ലേഖകനാകെ ആശ്ചര്യപ്പെട്ടു. അതാണ് ചകിത് രഹന എന്ന് വെച്ചാൽ ആശ്ചര്യപ്പെട്ടു.
അപ്പം ലേഖൻ ഒട്ടും പ്രതീക്ഷയില്ല. അവരടുത്ത് ഒരു 100 രൂപ അബദ്ധത്തിൽ പോയത് ഒരാൾ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് തിരിച്ച് ആ 90 റുപ്പീസ് ലേഖന് കൊടുക്കുമെന്ന് ലേഖൻ പ്രതീക്ഷിച്ചില്ല. അപ്പം ഇവിടെയും ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താ, സത്യവും നീതിയും ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അത് നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അതാണ് കൈസി കഹു കി ദുനിയാ സെ സച്ചായി और ईमानदारी ലുപ്ത് ഹോ ഗയി ഹെ. അപ്പം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സത്യവും ഓണസ്റ്റിയും ഈ ലോകത്തു നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ടെന്ന്. വൈസി അനേക് അവാഞ്ചിത് ഘടനായേ ഭി ഹുയി ഹെ, परंतु यह एक घटना ठगी और वंचना की अनेक घटनाओं से अधिक शक्तिशाली है. അപ്പം നമ്മുടെ ജീവിതത്തിൽ അവാഞ്ചിത് ഘടന എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവം തന്നെ എന്താണ്, ठगी और वंचना की अनेक घटनाओं से, അതായത് വഞ്ചനയുടെയും ദുഷ്ടതയുടെയും മറ്റനേകം ഇൻസിഡൻസിൽ നിന്നും ഈ ഒരു നല്ല ഇൻസിഡന്റ് ഒരുപാട് ശക്തിശാലിയാണ്. एक बार मैं बस में यात्रा कर रहा था, मेरे साथ मेरी पत्नी और 3 बच्चे भी थे. ഇനി ലേഖൻ തൻ്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം പറയുകയാണ്. ഒരു വട്ടം ലേഖൻ തൻ്റെ ഭാര്യയുടെയും 3 മക്കളുടെയും കൂടെ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ബസ് മേ കുച്ച് ഖരാബി തീ, രുക് രുക് കർ ചൽത്തി തീ. ബസ്സിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് പോകാനും ഒക്കെ അത് നിന്നൊക്കെ തന്നെയായിരുന്നു അത് പൊക്കോണ്ടിരുന്നത്. അതിൻ്റെ മെഷീൻ കംപ്ലൈൻറ്റോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. गंतव्य से कोई 8 किलोमीटर पहले ही एक निर्जन सुनसान स्थान में बस ने जवाब दे दिया. गंतव्य എന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഒരു 8 കിലോമീറ്ററിന് മുമ്പേ 8 കിലോമീറ്റർ പെഹ്ലെ ഈ ബസ് ഒരു നിർജൻ സുൻസാൻ സ്ഥാൻ, അതായത് ആളുകളൊന്നും ഇല്ലാത്തൊരു ഡെസേർട്ട് ഏരിയയിൽ അങ്ങ് നിന്നു. അല്ലേ, ഇത് ഒന്നാമതേ ഇതിൻ്റെ മെഷീൻ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് വന്നിരുന്നുണ്ടിരുന്നതാണ്. പക്ഷേ ഇവർക്ക് ഇനി 8 കിലോമീറ്ററും കൂടെ പോകാനുണ്ട് ഇവരുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അതിന് അത്ര ആയപ്പോഴത്തേക്കും വണ്ടി അങ്ങ് നിന്നു. രാത് കെ കോയി 10 ബജെ ഹോഗെ, സമയം രാത്രി 10 മണി. ബസ് മേ യാത്രി ഘബരാ ഗയി, ബസ്സിലുള്ള യാത്രക്കാർ പേടിച്ചുപോയി. कंडक्टर उतर गया और एक साइकिल लेकर चलता बना. कंडक्टर बസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സൈക്കിൾ എടുത്തുകൊണ്ടങ്ങ് പോയി. लोगों को संदेह हो गया कि हमें धोखा दिया जा रहा है. അപ്പോൾ ആളുകളാകെ സംശയിച്ചു. കണ്ടക്ടർ ഈ കേടായ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് എങ്ങോട്ടോ ചവിട്ടി പോയപ്പോൾ ആളുകൾ ഉടനെ സംശയിച്ചു, അയാൾ നമ്മളെ എന്തോ പറ്റിക്കാനോ ചതിക്കാനോ പോവുകയല്ലേ. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചെന്തായിരിക്കും, ഇവർ മിക്കവാറും വല്ല അക്രമികളോ ഗുണ്ടാസംഘങ്ങളോ റോബേഴ്സും ഒക്കെ ആയിട്ട് ടൈപ്പ് ആയിരിക്കും, ഇനി ആ റോബേഴ്സിനെ വിളിക്കാൻ പോവുമായിരിക്കും എന്നൊക്കെ ആയിരിക്കും ആളുകൾ മനസ്സിൽ വിചാരിച്ചത്. ബസ് മേ ബൈഠെ ലോഗോ നെ തരതരക്കി ബാത്തേം ശുരു കർത്തി. അങ്ങനെ ബസ്സിലിരുന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ പലതരത്തിലുള്ള സംസാരങ്ങൾ, അവർക്ക് പേടിയുണ്ട്, രാത്രി 10 മണിയായി, ആരും ഇല്ലാത്ത സ്ഥലം. കിസി നെ കഹാ യഹാ ടകൈത്തി ഹോത്തി ഹെ, 2 दिन पहले इसी तरह एक बस को लुटा गया था. ടക്കൈത്തി എന്ന് വെച്ചാൽ റോബറി. ഇവിടെ റോബറിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. 2 ദിവസം മുമ്പും ഇവിടെ ഒരു ബസ് റോബ് ചെയ്തിരുന്നു. ലുട്ടാജന എന്ന് വെച്ചാൽ ടു ബി റോബ്ഡ്, ഒരു ബസ് റോബ് ചെയ്യപ്പെട്ടിരുന്നു. പരിവാർ സഹിത് അക്കേല മൈഹീത്ത, ലേഖകന്റെ കൂടെ മാത്രമേ ഉള്ളൂ ഫാമിലി ഉള്ളത്, ബാക്കിയുള്ളവരൊക്കെ അല്ലാതെയായിരുന്നു. ബച്ചേ പാനി പാനി ചില്ലാ രഹത്തെ, ലേഖകന്റെ മക്കൾ വെള്ളം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കും ഒരു ഇൻകൺവീനിയൻസ് ആകുമ്പോൾ അവരും ബഹളം വെക്കാൻ തുടങ്ങും. പാനി കാ കഹി ടിക്കാനാത്ത, അപ്പം വെള്ളം കിട്ടാൻ അവിടെ യാതൊരു പ്രൊവിഷനും ഇല്ലായിരുന്നു. ഊപ്പർ സേ ആത്മീയോ കാ ഡർ സമാ ഗയാത്ത, അതുകൂടാതെ ആളുകളെല്ലാവരും പേടിച്ചും ഭയന്നും ഇരിക്കുകയാണ്. അപ്പം ലേഖൻ ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. कुछ नौजवानों ने ड्राइवर को पकड़कर मारने पीटने का हिसाब बनाया. കുറച്ച് ചെറുപ്പക്കാരായ ആളുകൾ ഡ്രൈവറിനെ പിടിച്ച് ഉപദ്രവിക്കാനുള്ള പ്ലാനായി. കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് ഡ്രൈവറെ ആകെ സംശയം, ഇവരെ പറ്റിക്കുവാണോ എന്നൊരു സംശയം. ഡ്രൈവർ കെ ചെഹരെ പെർ ഹവായിയാം ഉടനെ ലഗി, ഡ്രൈവർ ആകെ പേടിച്ചരണ്ട് ഇരിക്കുകയാണ്. ലോഗോ ने उसे पकड़ लिया, वह बड़े कादर टंक से मेरी ओर देखने लगा और बोला. കാദർ എന്ന് വെച്ചാൽ ടിമിഡ്, പേടിച്ച്. അപ്പം ഈ ഡ്രൈവർ ഭയങ്കര പേടിയോടുകൂടി ലേഖനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, हम लोग बस का कोई उपाय कर रहे हैं, बचाइए, ये लोग मारेंगे.
ഞങ്ങൾ ബസ്സിന് ഒരു മറ്റൊരു ബസ് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ്, എന്നെ രക്ഷിക്കൂ, ബച്ചായി എന്ന് വെച്ചാൽ രക്ഷിക്കൂ, അല്ലെങ്കിൽ ഇവരെന്നെ ഉപദ്രവിക്കും. डर तो मेरे मन में था, पर उसकी कादर मुद्रा देकर मैंने यात्रियों को समझाया कि मारना ठीक नहीं है. ലേഖകന്റെ മനസ്സിലും പേടിയുണ്ട്. പക്ഷെ ഡ്രൈവറുടെ മുഖത്തെ പേടിയൊക്കെ കണ്ടപ്പം ലേഖകൻ മറ്റു യാത്രക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, നമ്മളെ ഉപദ്രവിക്കുന്നത് മോശമാണ്, ഇത് ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. परंतु यात्री इतने घबरा गए कि मेरी बात सुनने को तैयार नहीं हुए. പക്ഷെ യാത്രക്കാരെ വല്ലാതെ പേടിച്ചു പോയിരുന്നു. അതുകൊണ്ട് അവര് ലേഖകന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. कहने लगे इसकी बातों में मत आइए, धोखा दे रहा है. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ട, അദ്ദേഹം നമ്മളെ പറ്റിക്കുകയാണ്. कंडक्टर को पहले ही टाकुओं के यहाँ बेच दिया है. കണ്ടക്ടറിനെ ഈ ഡ്രൈവർ ആദ്യമേ തന്നെ റോബേഴ്സിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് വന്നിരിക്കുന്നത്. मैं भी बहुत भयभीत था, पर ड्राइवर को किसी तरह मारपीट से बचाया. അപ്പോൾ ലേഖനും നല്ലോണം പേടിച്ചിരിക്കുകയാണ്. എന്തായാലും വല്ലച്ചാലും ലേഖനും ഡ്രൈവറിനെ ആളുകളുടെ ഉപദ്രവത്തിൽ നിന്നും ഇങ്ങനെ രക്ഷിച്ചു. डेढ़ दो घंटे बीत गए. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. എങ്ങൊന്നും യാതൊരു അനക്കവും ഇല്ല. മേരെ ബച്ചെ ഭോജൻ അവർ പാനിക്കിലെ വ്യാകുലത്തെ. കുട്ടികൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായിട്ട് ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മേരി और मेरी पत्नी की हालत बुरी थी. ലേഖകന്റെ വൈഫിന്റെ ഒക്കെ അവസ്ഥ വളരെ പരിതാപകരം. നമ്മൾ ഒറ്റയ്ക്കുള്ള പോലെ അല്ല, നമ്മൾ ഫാമിലി ആയിട്ടൊരിടത്ത് പെട്ടുപോയാൽ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. लोगों ने ड्राइवर को मारा तो नहीं, पर उसे बस से उतारकर एक जगह घेर कर रखा. ആളുകൾ ഡ്രൈവറിനെ അടിച്ചില്ലെങ്കിൽ തന്നെയും ഡ്രൈവറിനെ ബസ്സിനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഡ്രൈവറിനെ വളഞ്ഞ ആളുകൾ നിൽക്കുക. कोई भी दुर्घटना होती है तो पहले ड्राइवर को समाप्त कर देना उन्हें उचित जान पड़ा. അപ്പോൾ അവർ വിചാരിച്ച് എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുമെന്ന് അപ്പോഴേ ഡ്രൈവറിനെ തീർത്ത് കളയാൻ വേണ്ടി ഡ്രൈവറിനെ വളഞ്ഞിട്ട് വെച്ചിരിക്കുക. അപ്പോൾ അവർക്ക് ആ സമയത്ത് അതാണ് ഉചിതമെന്ന് തോന്നിയ ആളുകൾക്ക്. മേരെ ഗിഡ്ഗിഡാനെ കാ കോയി വിശേഷ അസർ നഹി പെടാ. ഗിഡ്ഗിഡാന എന്താ വെച്ചാൽ പ്ലീഡ്, അതായത് റിക്വസ്റ്റ്. അപ്പം ലേഖകൻ അങ്ങേരെ ഉപദ്രവിക്കരുതെന്നൊക്കെയുള്ള റിക്വസ്റ്റിനൊന്നും വലിയ എഫക്റ്റ് ഒന്നും അവിടെ ഉണ്ടായില്ല. इसी समय क्या देखता हूँ कि एक खाली बस चली आ रही है और उस पर हमारा बस कंडक्टर भी बैठा हुआ है. ആ സമയത്ത് അവർ കണ്ടു എന്താണ്, ഒരു ഒഴിഞ്ഞ ബസ്സുമായിട്ട് നമ്മുടെ സൈക്കിൾ ചവിട്ടി പോയ കണ്ടക്ടർ വരികയാണ്. കണ്ടക്ടറാണ് ആ വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ്. उसने आते ही कहा अड्डे से नई बस लाया हूँ, इस बस पर बैठिए. ഞാൻ അഡ്ഡേന്ന് പുതിയ വേറൊരു ബസ് വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇതിനകത്ത് ഇരിക്കൂ. वो बस चलाने लायक नहीं है. അപ്പം അതായത് ഇവരിപ്പോൾ ഇവിടിപ്പം സഞ്ചരിച്ച ബസ്സിന് സഞ്ചരിക്കാൻ കൊള്ളില്ല, അവർ വേറൊരു ബസ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് കണ്ടക്ടർ വളരെ പെട്ടെന്ന് എല്ലാം സോൾവ് ചെയ്ത് കൊണ്ടുവരികയാണ്. फिर मेरे पास एक लोटे में पानी और थोड़ा दूध लेकर आया और बोला. അതിനുശേഷം കണ്ടക്ടർ ലേഖകന്റെ അടുത്ത് കുറച്ച് വെള്ളവും കുറച്ച് പാലും ഒക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, पंडित जी बच्चों का रोना मुझसे देखा नहीं गया, वही दूध मिला थोड़ा लेता आया हूँ. അപ്പോൾ ഈ കണ്ടക്ടർ ബസ് കൊണ്ടുവരിക മാത്രമല്ല, കുട്ടികൾ ഇതിനകത്ത് വിശന്ന് കരഞ്ഞിരിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അവിടുന്ന് കുറച്ച് വെള്ളവും കുറച്ച് പാലും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത്. യാത്രിയോ മേ ഫിർ ജാനായി. പിന്നെയാണ് ഇത്രയൊക്കെ സംഭവിച്ച ശേഷമാണ് യാത്രക്കാർക്കൊരു ജീവൻ വെച്ചത്. സപ്നെ ഉസെ ധന്യവാദിയ. എല്ലാവരും അദ്ദേഹത്തിന് താങ്ക്സ് പറഞ്ഞു കണ്ടക്ടറോട്. കാര്യം കണ്ടക്ടർ ഇത്രയും റിസ്ക് എടുത്ത് പോയി ആ ബസ് എല്ലാം കൊണ്ടുവന്നപ്പം എല്ലാവർക്കും അത്രയും നേരമുള്ള ദേഷ്യം മാറി അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി തോന്നി. ഡ്രൈവർ സെ മാഫി മാംഗി और 12 बजे से पहले ही सब लोग बस अड्डे पहुंच गए. അങ്ങനെ എല്ലാവരും ഡ്രൈവറിനോട് എന്താണ് മാപ്പ് ചോദിച്ചു. കാര്യം വലിയൊരു തെറ്റല്ലേ ചെയ്ത കാര്യം, അദ്ദേഹം അവിടെ തെറ്റുകാരനല്ലായിരുന്നു. ചോദിച്ച് അങ്ങനെ ഒരു 12 ബജേസെ പല 12 മണിക്ക് അടുപ്പിച്ച് തന്നെ മുമ്പ് തന്നെ അവർ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തി. കൈസെ കഹൂം കി മനുഷ്യത ഏകദം സമാപ്ത ഹോ ഗയി. അപ്പം ഈ ഒരു സംഭവത്തിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും മനുഷ്യപ്പറ്റ് ഇല്ലാതായി പോയി എന്ന്? कैसे कहूँ कि लोगों में दया माया
രഹ ഹി നഹി ഗയി. എങ്ങനെ പറയാൻ പറ്റും ആളുകളുടെ ഉള്ളിൽ ദയ ഇല്ലാതായിപ്പോയിന്ന്? जीवन में जाने कितनी ऐसी घटनाएं हुई हैं जिन्हें मैं भूल ही नहीं सकता. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം ഒരിക്കലും മറക്കാൻ പറ്റാത്ത നന്മയുടെയും സത്യത്തിൻ്റെതുമായ ഒരുപാട് സംഭവങ്ങൾ ലേഖകൻ്റെ ജീവിതത്തിൽ ലേഖകന് നേരിട്ടിട്ടുണ്ട്. അപ്പം ലേഖകൻ ഒരിക്കലും പറയില്ല ഈ ലോകത്തെ മനുഷ്യപ്പറ്റും നന്മയും ഓണസ്റ്റിയും ഒക്കെ നശിച്ചെന്ന് ലേഖകൻ ഒരിക്കലും പറയില്ല. തകാബി ഗയാഹും ദോക്കാബി കായാഹും परंतु बहुत कम स्थलों पर विश्वासघात नाम की चीज़ मिलती है. ലേഖകന് പലവട്ടവും വഞ്ചനയും കള്ളവും എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ലേഖകൻ പറയുവാണ് കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്കിങ്ങനെയുള്ള ബിട്രയൽ കിട്ടത്തുള്ളൂ. केवल उन्हीं बातों का हिसाब रखो जिनमें धोखा खाया है तो जीवन कष्टकर हो जाएगा. परंतु ऐसी घटनाओं भी बहुत कम नहीं है जब लोगों ने अकारण सहायता की है, निराश मन को ढांढस दिया है और हिम्मत बंधाई है. അപ്പം ലേഖകൻ പറയുകയാണ് നമ്മൾ ജീവിതത്തിൽ പലവട്ടവും വഞ്ചന മൂലവും നമ്മൾ കഷ്ടപ്പെട്ടിട്ടെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ കുറവല്ലാത്ത സാഹചര്യങ്ങളിൽ, അതായത് ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മൾക്ക് അകാരണമായിട്ട് സഹായങ്ങൾ പലയിടത്തും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നിരാശപ്പെട്ട മനസ്സിന് നമുക്കൊരു സാന്ത്വനം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ധൈര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ ലോകത്ത് കുറവല്ല. നമുക്ക് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നല്ല അനുഭവങ്ങളും കുറവല്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. कविवर रविंद्रनाथ ठाकुर ने अपने प्रार्थना गीत में भगवान से प्रार्थना की थी, संसार में केवल नुकसान ही उड़ाना पड़े, धोखा ही खाना पड़े तो ऐसे अवसरों पर भी हे प्रभु मुझे ऐसी शक्ति दो कि मैं तुम्हारे ऊपर संदेह न करूं. അപ്പം അദ്ദേഹം ഈ അവസരത്തിൽ കവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതം അനുസ്മരിക്കുകയാണ്. അപ്പം അദ്ദേഹം അതിൻ്റെ ഒരു അർത്ഥം ഇതാണ്: നമ്മുടെ ലോകത്ത് നമുക്ക് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് വഞ്ചനകളും കള്ളവും ചതിയും എല്ലാം അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. പക്ഷേ അപ്പോഴും കവി രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ഈ അവസരത്തിലും എനിക്ക് ഇങ്ങനെയുള്ള ശക്തി തരണം. എങ്ങനെയുള്ള ശക്തി? ഒരു അവസരത്തിൽ പോലും അദ്ദേഹം ദൈവത്തിനെ സംശയിക്കത്തില്ല. ദൈവത്തിൻ്റെ നന്മ എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകണേ. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് തരണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥനാ ഗീതത്തിലൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ്? നമ്മളിൽ എല്ലാവരിലും നന്മയുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ അംശമായ ആത്മാക്കളാണ്. അപ്പം നമ്മളിലുള്ള നന്മ എങ്ങും പോകില്ല. നമ്മളത് ജസ്റ്റ് തേച്ച് മിനുക്കി എടുത്താൽ മതി. നമ്മളിൽ നെഗറ്റിവിറ്റി കളരുമ്പോൾ മാത്രമാണ് നമ്മളിലുള്ള ചീത്ത സ്വഭാവങ്ങൾ നമ്മളിലുള്ള ചീത്ത സ്വഭാവമല്ല, നമ്മൾ ചീത്ത സ്വഭാവം കാണിക്കുന്നത്. നമ്മളിലുള്ളത് എപ്പോഴും നല്ല സ്വഭാവം തന്നെയാണ്. അപ്പം എപ്പോഴും നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ വഴിതിരിച്ച് വിടുക. അപ്പം നമുക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടായാലും നമ്മൾ ഇത്രമാത്രം ചിന്തിക്കുക, ദൈവവും ദൈവത്തിൻ്റെ നന്മകളും ഈ ലോകത്തുണ്ട്. അതിനകത്ത് നമ്മൾ ഒരിക്കലും സംശയിക്കാതെ അത് നമുക്ക് എന്നായാലും ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. മനുഷ്യ की बनाई विधियां गलत नतीजे तक पहुंच रही है तो इन्हें बदलना होगा. അപ്പം മനുഷ്യരുടെ ചില തീരുമാനങ്ങൾ തെറ്റായ വഴികളിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ തിരുത്തണം. വസ്തുതः आए दिन इन्हें बदला ही जा रहा है लेकिन अब भी आशा की ज्योति बुझी नहीं है. അപ്പം ഇനി വരുന്ന സമയങ്ങളിൽ നമ്മുടെ ചീത്ത പ്രവൃത്തികൾ നമ്മൾ മാറ്റുകയും മാറ്റുമെന്നും നമ്മളുടെ ആശാകിരണങ്ങൾ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ലെന്നുമാണ് ലേഖകൻ പറയുന്നത്. महान भारतवर्ष को पाने की संभावना बनी रहेगी. മഹത്തായ ഭാരതീയ പാരമ്പര്യം കാത്തു രക്ഷിക്കാൻ നമുക്ക് എന്നും ഉണ്ടാകും, നമുക്കതെന്നും കഴിയും. മേരെ മൻ നിരാശ ഹോനെ കി ജരൂരത് നഹി ഹെ. എൻ്റെ മനസ്സൊരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്നും നമ്മളിൽ നന്മയുണ്ടാകും, നമ്മൾക്കെന്നും നന്മ നിറഞ്ഞ അനുഭവങ്ങളുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ലേഖകൻ ശ്രീ ഹസാരി പ്രസാദ് ദ്വിവേദി ഈ പാഠത്തിലൂടെ നമ്മളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ഈ പാഠത്തിൽ അദ്ദേഹം കുറച്ച് ഇൻസിഡൻസിലൂടെ നമ്മളുടെ മനുഷ്യരിലുള്ള നന്മകളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും നന്മയുള്ളവരാണ്, നമുക്ക് ചുറ്റുമുള്ളവരും നന്മയുള്ളവരാണ്, ഈ ലോകവും നന്മയുള്ളതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മൾ അതിലേക്ക് നെഗറ്റിവിറ്റി കലർത്തുമ്പോൾ മാത്രമാണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അപ്പം ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.